നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മളെ ഈത്തപ്പന ഏകദേശം വെച്ചിട്ട് ഏകദേശം ഒരു 3 മാസമായിട്ടുണ്ട്. ഏകദേശം 90 ദിവസം നമ്മൾ ആ കെട്ട് അയിമ വെക്കണം. അപ്പോൾ 90 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ കെട്ട് അയക്കൽ. കെട്ട് അയക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു 1-2 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ഈ ഉണങ്ങിയ പട്ടകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഈ ഉണങ്ങിയ പട്ടകളൊക്കെ ഒന്ന് മാറ്റണം. ഓക്കെ. ഇനി നമ്മൾ കെട്ടയക്കാം. കെട്ട് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കെട്ട് അയക്കുമ്പോൾ ഇതുകൊണ്ട് സ്പീഡിൽ വന്നടിക്കും. അത് കണ്ണിക്ക് തലമൊക്കെ വന്ന് ഇതിൻ്റെ മുള്ളു കുത്തും. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നമ്മൾ ഇതിൻ്റെ പട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക. അതുപോലെ ഇതിൻ്റെ ഈ തൂമ്പ് നല്ല രീതിയിൽ വരാനാണ് നമ്മൾ ഈ കെട്ട് അയക്കാതെ വെക്കുന്നത്. ഈ തൂമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് കൊടുക്കണം. സാധാരണ ഞങ്ങൾ കൊടുക്കൽ സാഫ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. ഇവിടെ കാണുന്നുണ്ടോ? ഈ തൂമ്പ് ഒരിക്കലും ഫംഗസ് വരരുത്. അപ്പോൾ അതിന് 2-3 തൂമ്പാണ് വന്നിട്ടുള്ളത്. സാധാരണ ഇപ്പം നമ്മൾ ഇതുപോലെ കെട്ടിക്കാൻ പോകുമ്പോൾ 1-2 തൂമ്പേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 2-4 തൂമ്പായി വന്നിട്ടുണ്ട്. കാരണം ഇത് ഏകദേശം 3 മാസം നമ്മൾ ആ കെട്ടയക്കാതെ തന്നെ നിർത്തിയത് കൊണ്ട് തന്നെ, കാരണം ആ തൂമ്പിന് ചൂട് ഏറ്റിട്ടില്ല. ആ ചൂട് ഏൽക്കാതിരിക്കാനാണ് നമ്മളത് പൂർണ്ണമായിട്ട് കൂട്ടി കെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 മാസം കൊണ്ട് 2-4 തൂമ്പ് വന്നിട്ടുണ്ട്. ഇനി ആ തൂമ്പിന് നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ സാഫ് ഒന്ന് അടിച്ചു കൊടുക്കുക. സാഫ് ഒരു പാക്കറ്റ് മതി. ഈ പാക്കറ്റ് നമ്മൾ ഇതിൽ കലക്കിയതാണ്. ഇതിൽ കലക്കിയിട്ട് ആ കൂമ്പിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു പണി. കാരണം എന്ന് വെച്ചാൽ ആ കൂമ്പിലാണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ അതാ ഇങ്ങോട്ട് കടിക്കാം, ഇങ്ങോട്ട് വാ. ഇതുപോലെ തൂമ്പിലാണ്ട് ഒഴിച്ചാൽ തൂമ്പിനും കിട്ടും, ഈ അടിയിൽ ഇതിമ്മ കൂടെ ഒലിച്ചിറങ്ങും. അപ്പോൾ ചെതലിൻ്റെ ആ ഒരു ആക്രമണം നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഇതുപോലെ എല്ലാ സൈഡിൽ കൂടെ വരും. അപ്പോൾ നമുക്ക് ആ ചെതലിൻ്റെ ഇത് നേരെ അത് അടിക്ക് പോകും. വേരിനും കൂടി അത് ഗുണം ചെയ്യും. കാരണം പലവരും ഈത്തപ്പന വെക്കും, പക്ഷെ ഇങ്ങനെയുള്ള പല മെയിൻ്റനൻസ് കാര്യങ്ങൾ ആരും ചെയ്തു കൊടുക്കില്ല. അപ്പോൾ ചിലവർക്ക് ഇത് ഈത്തപ്പന മരം പോവാറുമുണ്ട്, ഉണങ്ങിപ്പോവും. കറക്റ്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അതുപോലെ അതിൻ്റെ വട്ടകൾ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക. വേനൽക്കാലമാണ് വരുന്നത്. അപ്പം നല്ല രീതിയിൽ നന കൊടുക്കും വേണം. ഇത് നമ്മളെ സുഹൃത്ത് സക്കീറിന് പിന്നെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വളം ചെയ്യണം. വളം ചെയ്യാറായിട്ടില്ല. കാരണം ഇതിൻ്റെ വേര്, ഈ ഈത്തപ്പഴത്തിന് പറഞ്ഞാൽ വേര് വളരെ സ്ലോ ആയിട്ട് വരുള്ളൂ. ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളിതിന് തടം ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ചുറ്റുപാട് എടുത്തിട്ട് ചാണകവും ആട്ടങ്കാട്ടം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുള്ളൂ. പിന്നെ DAP കുറച്ച് വളം കൊടുക്കും. അത് ഏതായാലും ഒന്നും കൂടി വേരായതിൻ്റെ ശേഷമേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ സെക്യൂരിൻ്റെ വീടാണ്. അവൻ്റെ അവിടെയൊക്കെ കുറേ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. പുല്ലൊന്ന് വെട്ടാറായി, ഒന്ന് വെട്ടി കൊടുക്കാറായി, ഒന്ന് മെഷീന് വെട്ടാറായിട്ടുണ്ട്. ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒരു വെട്ടാണ്ട്. അതുപോലെ യുജീനിയൊക്കെ ഒന്ന് ബുഷാക്കുക.
ഒന്ന് വെട്ടിക്കൊടുത്തുനിന്ന് വളമിടാനുണ്ട്. അപ്പോൾ ഈത്തപ്പന മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഈത്തപ്പന വെക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്മളെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ.